بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ഇസ്ലാമികമായ ധാരാളം മര്യാദകളെ ഇസ്ലാം പഠിപ്പിച്ചതിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിന് അനിവാര്യമായ ദമ്പതികൾ തമ്മിലുള്ള അവരുടെ സ്നേഹബന്ധത്തിനും അതുപോലെ തന്നെ ഭദ്രതക്കും അനിവാര്യമായ എല്ലാ രംഗത്തേക്കുമുള്ള നിയമങ്ങൾ ഇസ്ലാം വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് ഇതുവരെ വിശദീകരിച്ചിട്ടുള്ള ധാരാളം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാരീരികമായി അവരുടേതായ കടമകൾ പൂർത്തിയാക്കേണ്ടുന്ന മേഖലയിൽ അവർ പാലിക്കേണ്ടുന്ന കടമകളും അതിലുള്ള ഇസ്ലാമികമായ മര്യാദകളും ഏതാനും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ അവസരത്തിൽ വിശദീകരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ നിലക്കുള്ള ലൈംഗിക ബന്ധങ്ങൾ ഒരിക്കലും ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നതിന് കൃത്യമായി അല്ലാഹുവും അവൻ്റെ റസൂലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇസ്ലാം ആ രൂപത്തിലുള്ള ഒരു സന്ദർഭമായി പഠിപ്പിച്ചതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് പ്രകൃതിപരമായി അല്ലാഹു നിശ്ചയിച്ചതാണ് മാസത്തിൽ അവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ പ്രത്യേകമായ ശാരീരികമായ ഒരു പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഹൈള്, അതല്ലെങ്കിൽ മെൻസസ്, അതല്ലെങ്കിൽ ആർത്തവം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ വസ്തുത. ഈ വിഷയത്തിലും അല്ലാഹു കൃത്യമായി
നിയമങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായത്തിലെ 222-ാമത്തെ ആയത്ത് വളരെ കൃത്യമായി ഈ രംഗത്തേക്ക് അള്ളാഹു നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവത്തെ സംബന്ധിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിയമം അവതരിക്കുന്നത്. യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവത്തെ സംബന്ധിച്ച്, ആർത്തവ കാലത്തെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് അവർ താങ്കളോട് ചോദിക്കുന്നു. ഖുൽ, പറയുക പ്രവാചകരെ, ഹുവ, അത് അദൻ, ഒരു ഉപദ്രവം തന്നെയാണ്. അത് മ്ലേച്ഛമാണ്, അത് വൃത്തികേടാണ്, അത് ഉപദ്രവം തന്നെയാണ്. ആ സമയത്ത് ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ്, ഋതുമതിയായിരിക്കെ ഭാര്യമാരുമായി നിങ്ങൾ വിട്ടു നിൽക്കുക. ആകയാൽ ഭാര്യമാരുമായി ആ സമയത്ത് നിങ്ങൾ വിട്ടു നിൽക്കണം. വലാ തഖറബൂഹുന്ന, നിങ്ങൾ അവരെ സമീപിക്കരുത്. ഹത്താ യത്ഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ. ഫഇദാ തതഹർന, ഇനി അവർ ശുദ്ധി വരുത്തിയാലോ, അവർ ശുദ്ധിയായാലോ, ഫഅ്തൂഹുന്ന, അപ്പോൾ നിങ്ങൾ അവരെ സമീപിച്ചു കൊള്ളുക. മിൻ ഹൈസു അമറക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച പ്രകാരം, അല്ലാഹു നിങ്ങളോട് നിർദ്ദേശിക്കുന്ന, കൽപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് അവരെ സമീപിക്കാം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, നിശ്ചയം അല്ലാഹു അവൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ശുദ്ധി കൈവരിക്കുന്നവരെയും ശുദ്ധീകരണം നടത്തുന്നവരെയും അവൻ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഇതാണ് 222-ാമത്തെ ആയത്തിന്റെ നേർക്കുനേരെയുള്ള ഒരു പരിഭാഷ. ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു വചനം അവതീർണമാകാനുണ്ടായ കാരണം? അതായത് ഋതുമതികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വികലങ്ങളായ ഒരുപാട് ധാരണകളാണ് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. പരിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന കാലത്ത് പോലും ഋതുമതികളായ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വികലമായ ധാരണകളാണ് വെച്ച് പുലർത്തിയിരുന്നത്. അതായത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, യഹൂദികൾ, ജൂതന്മാർ, അവർക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇദാ ഹാലത്തു മിൻഹും ഇംറാ, ഒരു സ്ത്രീ ഋതുമതിയായി കഴിഞ്ഞാൽ അഖറജൂഹാ മിനൽ ബൈത്തി, അവൾ ആ പെണ്ണിനെ വീട്ടിൽ നിന്ന് പുറത്താക്കും, വീട്ടിൽ നിന്ന് മാറ്റി നിർത്തും. മാത്രമല്ല, വലം യുആകിലൂഹാ വലം യുശാരിബൂഹാ വലം യുജാമിഉഹാ ഫിൽ ബൈത്തി, അവളുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കൂല, അവളുടെ കൂടെ ഒന്നിച്ച് വെള്ളം കുടിക്കാൻ പറ്റൂല, അവളോടൊന്നിച്ച് വീട്ടിൽ താമസിക്കാൻ പോലും പാടില്ല, ഒരു സഹവാസവും പാടില്ല എന്ന നിലക്ക് ആ ടൈമായി കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇതിനെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയാണ്. സഹാബിമാർ വന്നുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെയാണ് യഹൂദികൾ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നുകൊണ്ട് സഹാബിമാർ ഇത് സംബന്ധമായി ചോദിച്ചപ്പോൾ ഫഅൻസലല്ലാഹു സുബ്ഹാനഹു, അപ്പോഴാണ് അള്ളാഹു ഈ വചനം ആയത്ത് അവതരിപ്പിക്കുന്നത്. യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവത്തെ സംബന്ധിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു എന്ന് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ച സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്ത് ആ സന്ദർഭത്തിലാണ് അവതരിക്കുന്നത്. എന്നിട്ട് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കേൾപ്പിച്ചിട്ട് സഹാബിമാരോട് പറഞ്ഞു, ജാമിഉഹുന്ന ഫിൽ ബുയൂതി, നിങ്ങൾ അവരുമായി വീട്ടിന്റെ ഉള്ളിൽ സഹവസിച്ചോളൂ, താമസിച്ചോളൂ, ഒരു വിരോധവുമില്ല. അവരുമായിട്ട് നിങ്ങൾക്ക് വസ്നഉ കുല്ല ശൈഇൻ ഗൈറൻ നിക്കാഹ്, നിങ്ങളുടെ ഭാര്യമാരുമായി നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ബന്ധം ഈ സമയത്തുമാകാം, പക്ഷേ ഗൈറൻ നിക്കാഹി, ആ ഒരു ബന്ധം മാത്രം പാടില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആ ലൈംഗികമായ ബന്ധപ്പെടൽ അത് മാത്രമേ വിലക്കപ്പെട്ടിട്ടുള്ളൂ. അതല്ലാത്ത നിലക്ക് നിങ്ങൾ അവരെ തൊടുന്നതോ അവരുടെ കൂടെ കിടക്കുന്നതോ അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതോ അവരോടൊന്നിച്ച് വെള്ളം കുടിക്കുന്നതോ അവരോടൊന്നിച്ച് സഹവസിക്കുന്നതോ ഒന്നും വിലക്കപ്പെട്ടതല്ല. അതേ അവസരത്തിൽ ഇസ്ലാം പറയുന്ന ആർത്തവകാലത്ത് തൻ്റെ ഇണയുമായിട്ടുള്ള ലൈംഗികമായ ബന്ധം ഒഴികെയുള്ള ഏത് നിലക്കുള്ള സുഖമെടുക്കലും ബന്ധങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയില്ലെന്ന് ആവാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ യഹൂദികൾ ഇത് കേട്ടിട്ട് പറയാൻ തുടങ്ങി, മാ യുരീദു ഹാദർ റജുൽ അൻ യദഅ ശൈഅൻ മിൻ അംരിനാ ഇല്ലാ ഖാലഫനാ ഫീഹി. ഇയാള് നമ്മൾ എന്താണോ പറയുന്നത് അതിന് നേരെ എതിര് പറയല ഇയാളുടെ പണിയെന്ന് ഇപ്പൊ മനസ്സിലായി. യഹൂദികൾ കേട്ടപ്പോൾ പറയാൻ തുടങ്ങി, മാ യുരീദു ഹാദർ റജുൽ, ഇയാൾ ഉദ്ദേശിക്കുന്നില്ല അൻ യദഅ ശൈഅൻ മിൻ അംരിനാ, നമ്മുടെ കാര്യത്തിൽ നിന്ന് ഒന്നിനെയും ഇയാൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇല്ലാ ഖാലഫനാ ഫീഹി, നമുക്കെന്താണോ അഭിപ്രായം അതിന്റെ നേരെ എതിര് പറയല മൂപ്പര പരിപാടി എന്ന് യഹൂദികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയാനും തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൃത്യമായ നിയമം ഇതിലൂടെ പറഞ്ഞു. സമൂഹത്തിൽ കാണുന്ന ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി തന്നെ ഇസ്ലാം പ്രതികരിച്ചു. അവളെ തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, കണ്ടുകൂടാ, സംസാരിച്ചുകൂടാ, ഒരുമിച്ച് കിടന്നുകൂടാ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൂടാ, ഒരു വീട്ടിൽ കഴിഞ്ഞുകൂടാ, അത് പറ്റൂല ഇത് പറ്റൂല എന്നിങ്ങനെ മാറ്റി നിർത്തുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് ജാമിഉഹുന്ന ഫിൽ ബുയൂത്ത്, നിങ്ങൾ അവരുമായി വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞോളൂ, എല്ലാം ചെയ്തോളൂ, എല്ലാം ആവാം, പക്ഷേ ആ ഒരു ബന്ധം മാത്രമേ ഒഴിവാക്കപ്പെടേണ്ടതുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് നമ്മുടെ ഉമ്മമാര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വകാര്യ ജീവിതത്തിൽ ഈ സമൂഹത്തിന് പഠിക്കാൻ ആവശ്യമായതൊക്കെ ആ വിഷയത്തിൽ ലജ്ജിക്കാതെ തന്നെ അഹദികളായ നമ്മുടെ ഉമ്മമാര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്മുറു യഹ്ദാന ഇദാ കാനത് ഹായിലൻ അൻ തത്തസിറ സുമ്മ യുലാജിഉഹാ സൗജഹാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്താ നമ്മുടെ ഉമ്മമാര് പറയുന്നത്? അവിടുത്തെ ഭാര്യമാര് ഋതുമതികളായി കഴിഞ്ഞാൽ അവരോട് ലൈംഗികമായ ബന്ധമല്ലാത്ത മറ്റുള്ള എല്ലാ ബന്ധങ്ങളും ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാൻ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് സമൂഹത്തിന് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു നിലക്കുള്ള ലൈംഗിക ബന്ധമല്ലാത്ത, ശാരീരികമായ ബന്ധമല്ലാത്ത എല്ലാ കാര്യങ്ങളും ആ സ്ത്രീകളെ നിങ്ങൾക്ക്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതാണ് ഇസ്ലാം ആ വിഷയത്തിൽ പറഞ്ഞത്. ഇന്ന് സമൂഹത്തിൽ എടുത്തു നോക്കിയാൽ ഇന്നും നമ്മുടെയൊക്കെ നാടുകളിൽ പല രൂപത്തിലുള്ള സംസ്കാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതായത് ഏത് വേദഗ്രന്ഥങ്ങളും അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ തത്വശാസ്ത്രങ്ങളൊക്കെ നോക്കിയാലും ഇപ്പൊ ഹിന്ദുമതത്തിൽ തന്നെയും ഈ പ്രത്യേകമായ ഒരു സമയത്ത് സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്താക്കലാണ്. പഴയ കാലത്തൊക്കെയുള്ള ആളുകൾക്ക് ആലോചിച്ച് നോക്കിയാലും അന്വേഷിച്ച് നോക്കിയാലും ഒക്കെ അറിയാം, ചില സമയത്ത് പെണ്ണുങ്ങൾ വീട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതെന്താ വെച്ചാൽ ഇന്ന് ചേച്ചി പുറത്താണെന്നാ പറയാ. ഇന്ന് അടുക്കളയിൽ കയറാൻ പാടില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, അവര് പാകം ചെയ്യാൻ പാടില്ല, അവർ പൂവ് തൊടാൻ പാടില്ല, ചെടി തൊട്ടാൽ കരിഞ്ഞു പോകും, അതുപോലെ തന്നെ പുഷ്പങ്ങൾ, പൂക്കൾ അവർ തൊട്ടാൽ അത് വാടിപ്പോകും, അതുപോലെ തന്നെ അവർ തൊട്ട വസ്ത്രം അശുദ്ധമാണ്, തൊട്ട ആൾ അശുദ്ധമാണ്. അങ്ങനെ തീണ്ടാപ്പാടകലെ തീണ്ട് കല്യാണം എന്നാ പറയുന്ന ചെയ്യുക. നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെയായിരുന്നു. തീണ്ട് കല്യാണം എന്ന് പറഞ്ഞാൽ പെണ്ണിന് പ്രായപൂർത്തിയായി എന്ന് ഈ നിലക്ക് ഒരു പെണ്ണ് മെൻസസിന്റെ പീരീഡിലായി കഴിഞ്ഞാൽ അതെല്ലാവരും അറിയും. കാരണം അതുവരെ ഉള്ളിൽ കഴിഞ്ഞത് പെൺകുട്ടി കാണാൻ അങ്ങനെ പുറത്തേക്കാണ്, അകത്ത് കയറാൻ പറ്റൂല. ചിലർക്ക് വേണ്ടി സെപ്പറേറ്റ് ചെറിയ ഒരു കുടിലൊക്കെ ഉണ്ടാക്കിയിരുന്നു, അവരതിൽ തന്നെ കഴിയണം. അങ്ങനെ അത് മാറിക്കഴിഞ്ഞുവതോളം എന്നിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, ഒന്നിനും പാടില്ല ആ നിലക്ക്. ഇനി ഇതിപ്പോ ഹൈന്ദവ മതത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ ആരെയും ഒച്ചട്ട് സംസാരിക്കാൻ പാടില്ല. എല്ലാം വളരെ ഒരു വൃത്തികെട്ട രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് അവരെ അങ്ങ് മാറ്റി നിർത്തും. യാതൊരു ബന്ധവും പാടില്ലാത്തൊരവസ്ഥയാണ്. ഇനി നമ്മൾ ബൈബിളിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും ഇസ്ലാമിനെയാണല്ലോ എല്ലാവരും പ്രതിക്കൂട്ടിൽ നിർത്തല്. ഇസ്ലാം വളരെ പെണ്ണുങ്ങളെ വളരെ മോശമായി, ഇസ്ലാം അങ്ങനെ, ഇസ്ലാമിക നിയമങ്ങൾ ഇങ്ങനെ. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലേവ്യ പുസ്തകം ബൈബിളിലുള്ള ഒരു പുസ്തകമാണല്ലോ. ഒരുപാട് പുസ്തകങ്ങളുടെ കൂട്ടത്തിലൊന്നാണല്ലോ ലേവ്യ പുസ്തകം. അതിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ? ഒരു സ്ത്രീക്ക് സ്രവമുണ്ടായി അവളുടെ അംഗസ്രവം രക്തമായിരുന്നാൽ അവൾ 7 ദിവസം അശുദ്ധയായിരിക്കണം. കണ്ടോ, പെണ്ണ് മെൻസസായി കഴിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത്. അവളെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവളുടെ അശുദ്ധിയിൽ അവൾ ഏതിന്മേലെങ്കിലും കിടന്നാൽ അതൊക്കെയും അശുദ്ധമായിരിക്കണം. അവൾ ഏതിന്മേലെങ്കിലും ഇരുന്നാൽ അതൊക്കെയും അശുദ്ധമാണ്. അവളുടെ കിടക്ക തൊടുന്നവനെല്ലാം വസ്ത്രം അലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം.
അവൾ ഇരുന്ന ഏതൊരു സാധനവും തൊടുന്നവനെല്ലാം വസ്ത്രം അലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. അവളുടെ കിടക്കമേലോ അവൾ ഇരുന്നതിന്മേലോ ഉള്ള ഏതൊന്നെങ്കിലും തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ഒരുത്തൻ അവളോടുകൂടെ ശയിക്കുകയും അവളുടെ അശുദ്ധി അവന്മേലാവുകയും ചെയ്താൽ അവൻ 7 ദിവസം അശുദ്ധനായിരിക്കണം. അവൻ കിടക്കുന്ന കിടക്ക ഒക്കെയും അശുദ്ധമാകും. കണ്ടോ, തൊട്ടോനും അശുദ്ധാവുകയാണ്, ഇവനെയും മാറ്റി നിർത്തുകയാണ്, അവനും അശുദ്ധിയാവുകയാണ് 7 ദിവസം. ഒരു സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ, ഇനി ബ്ലീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മെൻസസ് അല്ലാതെ രോഗം കാരണം ഉണ്ടാവുമല്ലോ, അതാണെങ്കിലും പ്രശ്നമാണ്. ഒരു സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ രക്തസ്രാവം ഏറിയ ദിവസം ഉണ്ടാവുകയോ ഋതുകാലം കവിഞ്ഞ് സ്രവിക്കുകയോ ചെയ്താൽ അവളുടെ അശുദ്ധിയുടെ സ്രവകാലമൊക്കെയും ഋതുകാലം പോലെ ഇരിക്കണം. ആലോചിച്ച് നോക്കണം, ഇസ്ലാമിന്റെ മഹാത്മ്യം അറിഞ്ഞോളീൻ. അവൾ അശുദ്ധയായിരിക്കണം. രക്തസ്രവമുള്ള കാലത്തെല്ലാം അവൾ കിടക്കുന്ന കിടക്കയൊക്കെയും ഋതുകാലത്തിലെ കിടക്ക പോലെ ഇരിക്കണം കേട്ടോ. അപ്പൊ ഹൈള് മാത്രല്ല, സാധാരണ ബ്ലീഡിങ്, ഇസ്തിഹാലത്ത് എന്ന അറബിയിൽ പറയുന്ന രോഗം മൂലമുണ്ടാകുന്ന ബ്ലീഡിങ്, അതുകൊണ്ടും ഇതേ അവസ്ഥയിലാണ് അവർ നിയമം പറയുന്നത്. പിന്നെയോ അവൾ ഇരിക്കുന്ന സാധനമൊക്കെയും ഋതുകാലത്തിലെ അശുദ്ധി പോലെ അശുദ്ധമായിരിക്കണം. അവ തൊടുന്നവനെല്ലാം അശുദ്ധമാകും. അവൻ വസ്ത്രം അലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. ഇതൊക്കെ ഇപ്പൊ ഇവരോട് തൊട്ട കേസ, തൊട് അല്ലെങ്കിൽ ഒന്ന് കാണുകയൊക്കെ ചെയ്യുമ്പോഴേക്ക്. ഇനിയോ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഒരു പെണ്ണിന്റെ ഈ മാസമുറ അവസാനിച്ച് കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യണമെന്നാണ്? അവളത് പരസ്യപ്പെടുത്തണം. അതെങ്ങനെയാ? ഇനി അവൾ രക്തസ്രാവം മാറി ശുദ്ധിയുള്ളവളായാൽ 7 ദിവസം എണ്ണിക്കൊള്ളണം. അതിന്റെ ശേഷം അവൾ ശുദ്ധിയുള്ളവളാകും. 8-ാം ദിവസം അവൾ 2 ചെറിയ പ്രാവിൻ കുഞ്ഞിനെയോ കുറുപ്രാവിനെയോ എടുത്ത് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. 2 പ്രാവും കുട്ടികളെയും കൊണ്ട് അവൾ ഇങ്ങനെ ചെല്ലണം അച്ഛൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പുരോഹിതൻ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവൾക്ക് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ അവളുടെ അശുദ്ധിയുടെ രക്തസ്രവം നിമിത്തം പ്രായശ്ചിത്തം കഴിക്കണം. ഇതാണ് ബ്ലീഡിംഗ് ഉള്ള, അതല്ലെങ്കിൽ ബ്ലീഡിംഗ് അല്ലാത്ത, ശരിക്കും ഒരു സ്ത്രീക്ക് പ്രകൃത്യാ എല്ലാവർക്കും ഉണ്ടാകുന്ന മെൻസസ് പീരീഡ് ഒക്കെയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടാണിത്. ഹൈന്ദവരുടെ കാഴ്ചപ്പാട്, ആ സമൂഹത്തിലുണ്ടായിരുന്ന പലരും അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും അതും നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ മഹത്വമേറിയ ദീനുൽ ഇസ്ലാം എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത്? കൃത്യമാണ്. ഒരു പെണ്ണ് ഋതുമതിയായി എന്നുള്ളത് കൊണ്ട് അവളെ കാണുന്നതിനോ അവളെ തൊടുന്നതിനോ അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നതിനോ അവൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനോ അവളുടെ കൂടെ ഒരുമിച്ച് കഴിയുന്നതിനോ ഭക്ഷിക്കുന്നതിനോ കുടിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. അവിടെയാണ് ഇസ്ലാമിന്റെ മഹത്വം നമ്മൾ അറിയേണ്ടത്. പലപ്പോഴും ഇതൊക്കെ അറിയപ്പെടാതെ പോവുകയാണ്. ഇവിടെയാണ് ഇസ്ലാം പറഞ്ഞത് അതൊരു ഉപദ്രവം തന്നെയാണ്, അതൊരു മ്ലേച്ഛം തന്നെയാണ്, ഒരു മാലിന്യം തന്നെയാണ് ആർത്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് വിട്ടു നിൽക്കണം. അവിടെ വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അകന്നു നിൽക്കുക, മാറിപ്പോവുക എന്നൊന്നുമല്ല. അവര് കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ നിങ്ങൾ അവരെ സമീപിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സാമീപ്യമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതല്ലാത്ത എല്ലാം ആവാം. ഇനി അവർ കുളിച്ച് ശുദ്ധി വന്നു കഴിഞ്ഞാലോ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് പ്രകാരം നിങ്ങൾക്ക് ഏത് രൂപത്തിലും അവരെ സമീപിക്കാവുന്നതുമാണ്. അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ശുദ്ധീകരണം വരുത്തുന്നവരെയും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആൻ ഇത് സംബന്ധമായി കൊണ്ട് നമുക്ക് വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചു തന്നത്. ഇനി ഇത് സംബന്ധമായി അപ്പൊ ഈ ഒരു സമയത്ത് ആ നിലക്കുള്ള ഒരു ലൈംഗികമായ ബന്ധം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അത് പാടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്തു പോയെങ്കിൽ അവൻ പശ്ചാത്തപിക്കേണ്ടതാണ്, അവൻ പശ്ചാത്തപിക്കണം. എന്നാൽ ചില റിപ്പോർട്ടുകളിലൊക്കെ ശുദ്ധിയായി കഴിഞ്ഞാൽ, ഇപ്പൊ ശുദ്ധിയായാൽ തന്നെ കുളിക്കാതെ സമീപിക്കാമോ ചർച്ച ചെയ്തിട്ടുണ്ട് പണ്ഡിത ലോകത്ത്. അതായത് ഒരു സ്ത്രീ എപ്പോഴാണ് ശുദ്ധിയാവുക? അവളുടെ ബ്ലീഡിംഗ് നിലച്ചാൽ മതിയോ? ബ്ലഡ് വരുന്നത് നിലച്ചാൽ തന്നെ ശുദ്ധിയായോ? അതോ കുളിക്കുക കൂടി ചെയ്താലേ ശുദ്ധീകരണം പൂർത്തിയാവുകയുള്ളൂ? പണ്ഡിത ലോകത്തെ ചർച്ച വന്നിട്ടുണ്ട്.
ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു രക്തം നിന്നാൽ തന്നെ ഗുഹ്യസ്ഥാനം മാത്രമായി കഴുകുകയോ ഉളൂ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ തന്നെയും ഭർത്താവിന് വേണമെങ്കിൽ സമീപിക്കാം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് അവിടെ ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ രക്തം നിലക്കൽ മാത്രമല്ല, അതിൻ്റെ ശേഷം അവൾ പരിപൂർണമായി ആ നിലക്കുള്ള ഉദ്ദേശത്തോടുകൂടെ തന്നെ കുളിച്ച് ശുദ്ധി വരുത്തിയതിൻ്റെ ശേഷം മാത്രമേ പാടുള്ളൂ എന്നതാണ് ഭൂരിപക്ഷാഭിപ്രായം. രണ്ട് വീക്ഷണങ്ങളും പണ്ഡിത ലോകത്തുണ്ട്. ഭൂരിപക്ഷാഭിപ്രായം കുളിച്ച് ശുദ്ധിയാവുക തന്നെ വേണം. എന്നാൽ ഒരു ന്യൂനപക്ഷത്തിൻ്റെ അഭിപ്രായമുണ്ടെന്ന് രക്തം നിലച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് കഴുകി വൃത്തിയാക്കിയാൽ അവർക്ക് ആ നിലക്ക് ബന്ധപ്പെടാവുന്നതാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഇനി ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആർത്തവകാലത്ത് ബന്ധപ്പെടുന്നത് ഹറാമാണ്, പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു. അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രതിവിധി? ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അതിൽ അള്ളാഹുവിനോട് ആ ഹറാമ് ചെയ്തതിന്റെ പേരിൽ ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങുക തന്നെയാണ് വേണ്ടത്. അതെന്തായാലും നിർബന്ധമാണ്. എന്നാൽ വേറൊരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് മാത്രം പോരാ, യതസദ്ദഖു ബിദീനാരിൻ ഔ നിസ്ഫി ദീനാർ, ഒരു ദീനാറോ അല്ലെങ്കിൽ അര ദീനാറോ ധർമ്മം ചെയ്യണം. വെറും തൗബ കൊണ്ട് മാത്രമായില്ല, കഫാറത്ത് കൊടുക്കണം. ഒരു ദീനാർ എന്ന് പറയുമ്പോൾ സ്വർണമാണത്. അപ്പൊ ഏകദേശം അരപ്പവനൊക്കെ ധർമ്മം ചെയ്യണം അതിന് പ്രായശ്ചിത്തമായി എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെയും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ ഒരു ദീനാറിനോ അര ദീനാറിനോ ഒക്കെ തുല്യമായ തുക ദാനം ചെയ്യണം, തൗബ മാത്രം മതി എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. എന്തായിരുന്നാലും ഈ ചർച്ചയില്ലെന്ന് വളരെ കൃത്യമായി മനസ്സിലായല്ലോ. ഇത് വളരെ ഗൗരവമാണ്, ഇതൊരു നിസ്സാര സംഗതിയല്ല. അത് ഒരു നിലക്കും അതിന്ന് സമൂഹത്തിലൊക്കെ പലരും അത് വളരെ ഈസിയായി കൈകാര്യം ചെയ്യാണ്. അതൊക്കെ യാതൊരു വിരോധിക്കപ്പെട്ട കാര്യമല്ല എന്നൊക്കെ ചില കുടുംബ മാസികകളിലും അതുപോലെ തന്നെ ചില വനിതാ മാസികകളിലും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു നാണവുമില്ലാതെ അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ആർത്തവകാലത്ത് സ്ത്രീയുമായിട്ട് ലൈംഗിക വീഴ്ചയ്ക്ക് യാതൊരു തകരാറുമില്ല, അതൊക്കെ സാധാരണ പോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവും ആ സമയത്ത് കാണിക്കേണ്ടതില്ല. അതുകൊണ്ട് ആ സമയത്തും അതേപോലെ തന്നെ മുൻകാലങ്ങളിൽ അതല്ലാത്ത സമയത്തെ പോലെ തന്നെ തുല്യമാണ് എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ഇസ്ലാം വിരോധികളായ ദീനില്ലാത്ത, ദീനിനെ പുച്ഛിക്കുന്ന, നിയമങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചവനായ റഹ്മാനായ നാഥൻ അവൻ കൃത്യമായ ഒരു നിയമം വിലക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾക്കറിയുന്നതും അറിയാത്തതുമായ ഒട്ടേറെ രൂപത്തിലുള്ള ഹിക്മത്തുകൾ അടങ്ങിയിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ ആ കൽപ്പന ഒരുത്തൻ മനഃപൂർവ്വം ധിക്കരിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ അനുവദനീയമാണെന്നൊരുത്തൻ പറഞ്ഞാൽ മതത്തിൽ നിന്നവൻ പുറത്തു പോകും. ഒരാളൊരു അബദ്ധം സംഭവിച്ചു കഴിയുന്നതും ഒരു കാര്യത്തെ നിഷേധിക്കുന്നതും രണ്ടാണ്. ഒരാൾ പറയണേ അതിപ്പോ എന്താ, അതൊന്നൊരു പ്രശ്നമൊന്നുമല്ല, അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാലോ, അള്ളാഹിന്റെ ഈ നിയമത്തെ അവൻ വെല്ലുവിളിച്ചു, അള്ളാഹു ഹറാമാക്കിയതിനെ അവൻ ഹലാലാക്കി, അതോടുകൂടെ അവൻ മതത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോകണം. അപ്പൊ ഇവരെ കേടുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ സമയത്തും തൻ്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ട്. ഇസ്ലാം പറഞ്ഞത് ആ ബന്ധമല്ലാത്ത എല്ലാ സുഖമെടുക്കലും നിങ്ങൾ നടത്തിക്കോളൂ, അതിനൊന്നും പ്രശ്നമില്ലാന്നാണ് ഇസ്ലാം പറഞ്ഞത്. മറ്റുള്ളതൊക്കെ നിങ്ങൾക്കാവാം, ഏത് വിധത്തിലും നിങ്ങൾക്ക് സുഖമെടുക്കാം, പക്ഷേ ലൈംഗിക ബന്ധം, ലൈംഗിക വീഴ്ച മാത്രം പാടില്ല എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, ഇതുമായി ബന്ധപ്പെട്ട കുറെ മസ്അലകൾ പലപ്പോഴും ആളുകൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയ അശുദ്ധി ഉണ്ടാകുന്നു, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ജനാബത്ത് എന്ന അർത്ഥത്തിലുള്ള വലിയ അശുദ്ധി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഹൈള് ഈ കാലഘട്ടത്തിലും അവൾ അശുദ്ധി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ നിഫാസ് പ്രസവിച്ച് കിടക്കുന്ന ആ പ്രസവരക്തം മുഖേന അവൾ അശുദ്ധയാകുന്നു. ഈ സമയങ്ങളിലൊക്കെയുള്ള ചില കാര്യങ്ങളിൽ പലപ്പോഴും ആളുകൾ ഇന്നും വസ്വാസുകൾ പ്രകടിപ്പിക്കാറുണ്ട്. അതായിരുന്നു നമ്മുടെയൊക്കെ പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു ധാരണ, ജനാബത്തായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഹൈളുകാരിയായി കഴിഞ്ഞാൽ ആ സമയത്ത് മുടിയെടുക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല. കാരണം ഹൈളാകുന്നതോടുകൂടി, അശുദ്ധിയാകുന്നതോടുകൂടി ബോഡി മൊത്തം അശുദ്ധിയാവാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അശുദ്ധിയോടുകൂടെ പിരിഞ്ഞുപോയ മുടിയോ നഖമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുളിപ്പിക്കണം, അതൊക്കെ കുളിപ്പിച്ചിട്ട് എവിടെയും കൊണ്ടുപോയിട്ട് മറമാടണം എന്ന് പലപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നു. ഇനി അതല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ വെട്ടാനോ മുടിയെടുക്കാനോ നഖം മുറിക്കാനോ ഒന്നും പാടില്ല, അതുകൊണ്ട് മുടിയോ നഖമോ ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല ഈ അശുദ്ധിയുള്ള പീരീഡിൽ എന്ന്
വിശ്വസിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്കതിന് ഒരു പിൻബലവും കാണുവാൻ സാധ്യമല്ല. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു അധ്യായത്തിന് തന്നെ പേര് കൊടുത്തത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്താണ് അധ്യായത്തിന് അദ്ദേഹം പേര് കൊടുത്തത്? അൽ ജുനുബു യഖ്റുജു വയംശി ഫിസ്സൂഖി വഗൈരിഹി. വലിയ അശുദ്ധിയുള്ള ഒരാള്, അയാൾക്ക് അങ്ങാടിയിലേക്ക് പോകാം, അങ്ങാടിയിൽ കൂടെ നടക്കാം. അപ്പൊ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിക്കൂടാ, ഒരാളെ കണ്ടുകൂടാ, സലാം പറഞ്ഞുകൂടാ എന്നൊക്കെയുള്ളൊരു ധാരണയെ അദ്ദേഹം തിരുത്താണ്. പുറത്തേക്ക് ഇറങ്ങാം, അങ്ങാടിയിലൊക്കെ പോകാൻ, നടക്കാം. മാത്രല്ല വഖാല അതാ, ഇമാം അതാ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, യഹ്തജിമുൽ ജുനുബു, വലിയ അശുദ്ധിയുള്ളവന് കൊമ്പ് വെക്കാം. ആ കാലഘട്ടത്തിലുള്ള ചികിത്സയാണ് ഇന്ന് കപ്ലിംഗ് എന്ന പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹിജാമ. അത് പാടില്ല, ആ സമയത്ത് രക്തെടുക്കലല്ലേ, അത് ചെയ്യാം, വിരോധമില്ല. അതുപോലെ തന്നെ അളുഫാർ എടുക്കാം, അളുഫാർ മുറിക്കാം എന്ന് പറഞ്ഞാൽ നഖം മുറിക്കാം, വിരോധമില്ല. അതുപോലെ തന്നെ തലയിലെ മുടിയെടുക്കാം, വിരോധമില്ല. അവൻ കുളിക്കുന്നത് പോയിട്ട് ഉളു ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവൻ ഇതൊക്കെയാവാം. ഇങ്ങനെ ഒരു അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ ആര് കൊടുത്തിരിക്കുകയാണ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിരിക്കുകയാണ്. അതെന്തിനാണ്? ഇങ്ങനെ അശുദ്ധിയുള്ള പുരുഷനോ സ്ത്രീയോ ആ സമയത്ത് മുടിയോ നഖമോ, ഇപ്പൊ പെണ്ണുങ്ങൾ മുടിയൊക്കെ ഇങ്ങനെ തല ചീകി വെക്കുകയാണെങ്കിൽ ഈ പീരീഡുള്ള സമയത്ത് തലയൊക്കെ ചീകി വെക്കുമ്പോൾ ആ ചീർപ്പൊന്നും കയ്യൊന്നൊക്കെ ഉള്ള മുടിയൊക്കെ കൂടി കെട്ടാക്കി വെച്ച് അത് ടോയ്ലറ്റ് ബാത്റൂമിൽ കൊണ്ടുപോയി വാഷ് ബേസിനിട്ട് കഴുകി ഒരു കടലാസിലൊക്കെ ആക്കി വെച്ച് പിന്നെ അതിങ്ങനെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്, ആ രൂപത്തിലൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇത് കഴുകണം, കാരണം അതിന് അശുദ്ധിയാണ്, അശുദ്ധി ബാധിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അശുദ്ധിയായ നിലക്ക് നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ഇതൊക്കെ അശുദ്ധമായ നിലക്കാണ് നമ്മുടെ ബോഡിയിലേക്ക് വരിക. അതുകൊണ്ട് ഇതിനൊക്കെ കഴുകി വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം എന്ന ഒരു ധാരണ എവിടുന്നോ എല്ലാ നാടുകളിലും അത് പ്രചരിച്ചിട്ടുണ്ട് ആളുകൾക്കിടയിൽ. വാസ്തവത്തിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നൊരു വിലക്കില്ല, ഒരു വിലക്കില്ല. ജനാബത്തുള്ള ആൾക്ക് തന്നെയും ഒരാളുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു തോന്നലുണ്ടായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ ആ സംഭവം പറയുന്നുണ്ട്. ലഖിയനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ എന്നെ കണ്ടുമുട്ടി. വഅന ജുനുബുൻ, അന്നേരം എനിക്ക് വലിയ ശുദ്ധിയുണ്ട്, അന്നേരം എനിക്ക് കുളി നിർബന്ധമായ അവസ്ഥയിലാണ് അല്ലാഹുവിന്റെ റസൂൽ എന്നെ കണ്ടുമുട്ടിയത്. ഫഅഖദ ബിയദി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ചു. ഫമശൈതു മഅഹു, അങ്ങനെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അങ്ങനെ നടന്നു, കയ്യും പിടിച്ചിട്ട്. ഹത്താ ഖഅദ, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിടത്ത് ഇരുന്നപ്പോ, അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നപ്പോ, ഫൻസലൽതു, ഞാൻ അവിടുന്ന് പതുക്കേണ്ട് മുങ്ങി. കണ്ടോ, ഇൻസല്ല എന്ന് പറഞ്ഞാൽ പതുക്കേണ്ട് ഊരി എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. ഞാൻ പതുക്കെ അവിടുന്ന് ആരും അറിയാതാണ് പോയി, അവിടുന്ന് അവിടെ പോയി. അങ്ങനെ ഫഅതൈതു റഹില ഫഗതസൽതു, അങ്ങനെ ഞാൻ എൻ്റെ സൗകര്യമുള്ളയിടത്ത് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു? കുളിച്ച് തിരിച്ചു വന്നു. അപ്പൊ അള്ളാഹിന്റെ റസൂൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ വേഗം പോയിട്ട് കുളിച്ച് തിരിച്ചു വന്നു. അപ്പൊ ഫഖാല, അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു, ഐന കുൻത യാ അബാ ഹിർ, ഓ അബൂ ഹുറൈറ എവിടെയായിരുന്നു, എവിടേക്കാ പെട്ടെന്ന് പോയത്? ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ സംഭവമൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് നബിയെ, വലിയ അശുദ്ധി ഉണ്ടായിരുന്നു, ഞങ്ങൾ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ കൂടെയൊക്കെ നടന്നു, നിങ്ങളെ കൂടെയൊക്കെ ഇരുന്നു എന്നുള്ളൂ, പക്ഷെ എനിക്ക് ആകെ വിഷമായി, ഞാനപ്പോൾ കുളിക്കാൻ വേണ്ടി പോയതാണ്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് യാ അബാ ഹിർ, ഓ അബൂ ഹുറൈറ, ഇന്നൽ മുഅ്മിന ലാ യൻജുസു, മുഅ്മിന് നജസാവുല. വലിയ ശുദ്ധി ഉണ്ട് വിചാരിച്ച് എൻ്റെ കയ്യമ്മൽ നജസൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു മോമിൻ മൊത്തത്തിൽ എന്താവൂല, ഒരു മാലിന്യൊന്നും ആവൂല, അവന് തൊട്ടുകൂടാ, അവന്റെ കൂടെ കഴിഞ്ഞുകൂടാ, ഒരുമിച്ച് ഇരുന്നുകൂടാ, ഒരുമിച്ച് കയ്യം പിടിച്ച് നടന്നുകൂടാ എന്നൊന്നും അതിനർത്ഥമില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹൈളുകാരിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട്, അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വീട്ടിലും അതുപോലെ തന്നെ മദീനത്തെ പള്ളിയിലൊന്നും ഇന്നത്തെ പോലെ കാർപ്പറ്റോ അല്ലെങ്കിൽ മൊസൈക്കോ ഇങ്ങനെ ടൈലൊന്നും വിരിച്ച വള്ളിയല്ലല്ലോ. അവിടെ എന്ന് പറഞ്ഞത് ഇങ്ങനെ പൂഴി മണലൊക്കെയാണ്. അപ്പൊ അവര് സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ചെറിയൊരു ഇത്തപ്പനയോല കൊണ്ടൊക്കെ ഉണ്ടാക്കിയ നമ്മളെ മുസല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ചൊരാൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന മുസല്ല ആയിരിക്കും. ഇതല്ല, ഒരു മുഖം മാത്രം ഇങ്ങനെ വെക്കാവുന്ന നിലക്കുള്ളൊരു ഓല കൊണ്ടൊക്കെ മടഞ്ഞുണ്ടാക്കിയ ഒരു സംഗതി പള്ളിയിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് നിസ്കരിക്കണ നേരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആ ഹുംറത്ത് ഇങ്ങോട്ട് എടുത്തോ, ആ മുസല്ല ഇങ്ങോട്ട് എടുത്തോ നിസ്കരിക്കാൻ പള്ളിയിൽ നിന്ന്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് മെൻസസ് ആണല്ലോ. അപ്പോൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, എൻ്റെ കയ്യിലല്ലല്ലോ മെൻസസ്, കയ്യമ്മലല്ലോ, അതുകൊണ്ട് നീ മാലിന്യമായിട്ടില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം.
അപ്പോ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാർക്കാവട്ടെ, ഇനി അശുദ്ധിയുള്ള സമയത്ത് ഇങ്ങനെ മുടിയെടുത്തുകൂടാ, നഖം നിർത്തിക്കൂടാ, അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുക. അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല. അതേ അവസരത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, വലിയ അശുദ്ധിയുള്ള ആൾക്ക് ഋതുമതിയായ പെണ്ണിന് ഖുർആൻ ഓതാൻ പാടുണ്ടോ, ഖുർആൻ പാരായണം നടത്താൻ പാടുണ്ടോ? പല പണ്ഡിതന്മാരും പറയുന്നത് വലിയ അശുദ്ധിയുള്ള ആൾ പുരുഷനും അതുപോലെ തന്നെ മെൻസസ് ഉള്ള സ്ത്രീക്കുമൊന്നും ഖുർആൻ പാരായണം വിരോധിക്കപ്പെട്ടതായി സഹിയായ ഹദീസുകളൊന്നുമില്ല എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം. എന്നാൽ അവൾ ഖുർആൻ ഓതാൻ പാടില്ല, മറ്റുള്ള ദിക്റുകളൊക്കെ പാടുള്ളൂ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ അപ്പോൾ ഒരു ആയത്തുൽ കുർസി അങ്ങനത്തതൊക്കെ ഓതാ. അതേ അവസരത്തിൽ അവൾ ഖുർആൻ എടുത്തിട്ടോ എടുക്കാതെയോ അവൾ ഖുർആൻ എന്ന നിലക്ക് ഓതിക്കൂടാ എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുമുണ്ട്. രണ്ട് വീക്ഷണക്കാരും ലോകത്തുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ നമ്മൾ പഴിക്കേണ്ടതില്ല. ഈ വിഷയത്തിൽ രണ്ട് വിഭാഗം പണ്ഡിതന്മാരും അവരവരുടേതായ തെളിവുകളിലൂടെ കാര്യങ്ങൾ സമർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ധാരാളം ഋതുമതികൾ ഉണ്ടായിരുന്നല്ലോ, വലിയ അശുദ്ധിയും അതുപോലെ തന്നെ മെൻസസ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനിൽ സ്ഥിരം നടക്കുന്ന സംഗതികളാണല്ലോ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അവർക്കത് വിരോധിക്കുന്ന നിലക്കുള്ള സഹീഹായ ഹദീസുകളൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്ക് പാരായണം ചെയ്തുകൂടാ എന്നോ അങ്ങനെ ഓതിക്കൂടാ എന്നോ വിലക്കാൻ മാത്രം പ്രബലമായ തെളിവുകളില്ല എന്നതാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ ധാരാളം ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ നടന്നിട്ടുണ്ട് എന്ന് കൂടി സാന്ദർഭികമായിട്ട് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇസ്ലാമികമായിട്ട് ഈ രംഗത്തൊക്കെ കുറേ നിയമങ്ങൾ ഇപ്പം ഇസ്ലാം പറഞ്ഞു. തൻ്റെ ഇണയുമായിട്ടുള്ള ലൈംഗികമായ ജീവിതത്തിൽ ഇസ്ലാം പറയാണ്, ഒരാൾ തൻ്റെ ഇണയുമായി ബന്ധപ്പെട്ടു, അയാൾ പിന്നെയും തൻ്റെ ഇണയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് പഠിപ്പിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇദാ അതാ അഹദുക്കും മഹ്ലഹു സുമ്മ അറാദ അൻ യഊദ ഫൽയതവല്ലഅ ബൈനഹുമാ വുദൂഅ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? നിങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യയെ സമീപിച്ചു, സുമ്മ അറാദ അൻ യഊദ, ലൈംഗികമായി ഒരിക്കൽ വീഴ്ച നടത്തി, വീണ്ടും അവളെ വീഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയതവല്ലഅ ബൈനഹുമാ വുദൂഅ, ആ രണ്ട് ബന്ധങ്ങൾക്കും ഇടയിൽ അവൻ ഉളു എടുക്കട്ടെ. ചില റിപ്പോർട്ടിൽ കാണാം ഫൈന്നഹു അൻസതുൽ ഔദി, അതവന് രണ്ടാമതും തന്റെ ഇണയുമായുള്ള വീഴ്ചക്ക് കൂടുതൽ ഉന്മേഷം പകരും. ഇസ്ലാമികമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരു മേഖലയും വിട്ടുകളഞ്ഞിട്ടില്ല. എല്ലാ രംഗത്തേക്കും ആവശ്യമായ നിയമങ്ങൾ പറഞ്ഞു. ഒരാൾ തന്റെ ഇണയുമായിട്ടുള്ള ലൈംഗിക വീഴ്ച നടന്നു കഴിഞ്ഞാൽ അയാൾ ഉറങ്ങുന്നതിന്റെ മുമ്പ് 3 കാര്യങ്ങൾ അയാൾക്ക് അനുവദനീയമാണ്. ഒന്ന്, അയാൾ കുളിച്ചു കിടക്കലാണ് ഉത്തമം. ഏറ്റവും ഉത്തമമായ രീതി എന്താണ്? തന്റെ ഇണയുമായി വീഴ്ച കഴിഞ്ഞ് ഉറങ്ങുന്നതിന്റെ മുമ്പേ ശുദ്ധിയോടുകൂടെ കുളിച്ചു കിടക്കുകയാണെങ്കിൽ അതാണ് ഉത്തമം. എന്നാൽ ആ ഉളു മാത്രം എടുക്കാം. ഇനി അതില്ലെങ്കിൽ ഉളു മാത്രം എടുത്തുകൊണ്ട് ഉറങ്ങാം. ഇനി അതുമില്ലെങ്കിലോ കുളിച്ചതുമില്ല ഉളു ഇല്ല, അതിലും യാതൊരു വിരോധമല്ല. ഒരാൾ കുളിച്ചതുമില്ല ഉളു എടുത്തില്ല, അങ്ങനെ തന്നെ കിടന്നുറങ്ങി, അതുകൊണ്ടും വിരോധമില്ല. ഇങ്ങനെ 3 രീതി, ഈ 3 രീതിയും ഇസ്ലാം പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാര്യത്തിലും അല്ലാഹു തആല ലജ്ജിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നതിൽ അല്ലാഹുവിന് ലജ്ജയില്ല എന്ന് പറഞ്ഞല്ലോ. ഇസ്ലാമികമായി തൻ്റെ ഇണയുമായി ലൈംഗിക വീഴ്ചക്കൊരുങ്ങുന്ന വേളയിൽ ഇസ്ലാം അവിടെയും ദിക്റാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബിശ് ശൈത്താന ഫീമാ റസഖ്തനാ, പൈശാചികമായ ശർറിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതേ അവസരത്തിൽ ചില കിതാബുകളിലൊക്കെ ചില അദബുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതി ചേർത്തതായി കാണാൻ സാധിക്കും. ഉദാഹരണമായി ഇമാം ഗസാലിയുടെ യഹ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ചില ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത്, ലൈംഗികമായ വീഴ്ച ഒരു മാസത്തിൽ 3 ദിവസം വെറുക്കപ്പെട്ടതാണ്. ഒരു മാസത്തിൽ 3 ദിവസം തൻ്റെ ഇണയുമായിട്ടുള്ള ലൈംഗിക വീഴ്ച വെറുക്കപ്പെട്ടതാണ്. അത് 1-ാമത്തെ മാസത്തിൽ 1, അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഡേറ്റ്, അതുപോലെ തന്നെ മിഡിൽ പകുതിയിലുള്ള, ഇങ്ങനെ 3 ദിവസം. അതിന് പറയപ്പെട്ട കാരണം എന്താണ്? ഇന്ന ശൈത്താന യഹ്ദുറുൽ ജിമാഅ ഫീ ഹാദിഹിൽ ലയാലി,
ഈ രാത്രികളിൽ ശൈത്താൻ ആ ബന്ധപ്പെടുന്ന ആളുകളുടെ കൂടെ അവനതിൽ പങ്കെടുക്കും. മാത്രമല്ല അന്ന് പിശാചുക്കൾ ബന്ധപ്പെടുന്ന ദിനങ്ങളാണ് ആ 3 ദിവസവും എന്നൊക്കെ അദ്ദേഹത്തിന്റെ യഹ്യയിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. വാസ്തവത്തിൽ ഇതിന് പ്രമാണങ്ങളുടെ പിൻബലമൊന്നും ഇല്ല, അതിന് യാതൊരു അടിസ്ഥാനവും ഒരു തെളിവും ഇല്ല. അങ്ങനെ ഒരു വെറുക്കപ്പെട്ട ദിവസം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം അതേ കിതാബിൽ തന്നെയായിരുന്നു, യഹ്യയിൽ തന്നെ പറയാണ്, വയുക്റഹുൽ ജിമാഉ ഫീ അവ്വലിൽ ലൈലി ഹത്താ ലാ യനാം അലാ ഗൈരി തഹാറ. രാത്രിയുടെ ആദ്യത്തിൽ തന്റെ ഇണയുമായി വേഴ്ചനടത്തിൽ വെറുക്കപ്പെട്ടതാണ്. എന്താ അതിന് കാരണം പറഞ്ഞത്? ശുദ്ധിയില്ലാതെ ഉറങ്ങാൻ കാരണമാകും, ശുദ്ധിയില്ലാതെ ഉറങ്ങാൻ കാരണമാകും. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അങ്ങനെ ഒരു പ്രത്യേകമായ നിയമം പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങളെ ഉളുവെടുക്കാതെയോ അല്ലെങ്കിൽ കുളിക്കാതെയോ ഉറങ്ങിക്കൂടാന്ന് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലപ്പോഴും റുബമാ നാമ ദൂനാ നമസ്സമാൻ, വെള്ളം തൊടാതെ തന്നെ അവിടുന്ന് പലപ്പോഴും ഉറങ്ങിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധിയുള്ള ആളായിരിക്കെ കുളിക്കുകയോ ഉളുവൊന്നും ചെയ്യാതെയോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഉളുവെടുക്കാൻ അവിടുന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നല്ലതാണ്. എന്നാൽ ഒരാൾ ഇങ്ങനെ ചെയ്താൽ അത് വെറുക്കപ്പെട്ടതാണോ? അല്ല, അനുവദിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് എന്ന് ഇസ്ലാമികമായി ആ വിഷയത്തിലും നമുക്ക് നിയമങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പലപ്പോഴും ആളുകൾ സംശയിക്കാറുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പൊ ഇസ്ലാമികമായി എന്താണ് വിധി? മനിയ്, അതുപോലെ തന്നെ മദിയ്, അതുപോലെ തന്നെ വദിയ്, ഇങ്ങനെ 2-3 രൂപത്തിലുള്ള കാര്യങ്ങൾ. ഒന്ന്, അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ഗസാലിയുടെ തന്നെ യഹ്യയിൽ അദ്ദേഹം പറയുന്നുണ്ട്, വയുസ്തഹബ്ബു അൻ യബ്ദഅ ബിസ്മില്ലാഹി തആല, ബിസ്മി കൊണ്ട് ആരംഭിക്കൽ പുണ്യകരമാണ്. അത് ഇസ്ലാമും പറഞ്ഞു. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താന എന്ന് പറയുന്ന ആ ദിക്ർ, ആ പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, വയഖറു ഖുൽ ഹുവല്ലാഹു അഹദ് അവ്വലൻ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. വയുകബ്ബിറു വയുഹല്ലിലു, തക്ബീർ ചൊല്ലണം, തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം എന്നൊക്കെ അദ്ദേഹം ആ സമയത്തുള്ള സുന്നത്തുകളായി പറയുന്നുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ അതൊരു പുണ്യകർമ്മമായി പറയാൻ യാതൊരു തെളിവുമില്ല. കാരണം അത്തരം വേളയിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യലോ, തക്ബീർ ചൊല്ലലോ, തഹ്ലീൽ ചൊല്ലലോ അതിനൊന്നും ഒരു അടിസ്ഥാനമോ ഒരു തെളിവോ ഇല്ല. കാരണം ഒരു കാര്യം പുണ്യകരമാണ് എന്ന് പറയണമെങ്കിൽ അതിന് പ്രമാണങ്ങളുടെ പിൻബലം വേണം, അതല്ലെങ്കിൽ അത് ബിദ്അത്താണ്. അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറയൽ അത് ബിദ്അത്താണ്. എന്തിനാ അതൊക്കെ പറയണമെന്ന് നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇതൊന്നും ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. കേൾക്കാത്തതാ സ്ഥിരം പ്രതി ഇങ്ങനെ വാട്സാപ്പിലൂടെ ഇങ്ങനെ വരിക, അങ്ങനെ പുതിയത് ഇങ്ങനെ വരും. എന്നിട്ട് പറയും ഇത് പരമാവധി ഷെയർ ചെയ്യണം, പുണ്യം നേടണം എന്ന് പറയും. ഇപ്പം എന്തൊക്കെ വന്നത്, ആശൂറായിനെ കുറിച്ച് എന്തൊക്കെ വന്നു, ഒരു മുഹറം മാസം കഴിഞ്ഞപ്പോഴേക്ക് എന്തൊക്കെ വന്നു. ആശൂറായിൻ്റെ അന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് മീഡിയകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത്. അന്ന് ആകാശഭൂമികളുടെ ജന്മദിനം, ആകാശഭൂമി സൃഷ്ടിച്ചത് അന്നാണ്. ആദം നബിയുടെ ജന്മദിനം, ആദം നബിനെ അന്നാ പഠിച്ചത്. ഹവ്വാവും നമ്മളുപ്പാടി ഉമ്മാടിയൊക്കെ ബർത്ത്ഡേ ആണ് ആശൂറാ. ഹവ്വാ ബിബിനെ അന്നാ പഠിച്ചത്, ആദം നബിനെ അന്നാ പഠിച്ചത്. ഇബ്രാഹിം നബിയുടെ ജന്മദിനം, ഈസാ നബിയുടെ ജന്മദിനം, ഇനി ഒന്നും പറയണ്ട, ഒരുപാട് ഇങ്ങോട്ട് എണ്ണി. പിന്നെ അന്ന് ചൊല്ലേണ്ട ഒരുപാട് ദിക്ർ, അത് അത്ര ചൊല്ലണം, യാ ഹയ്യു യാ ഖയ്യൂ ഇത്ര വട്ടം പറയണം, മറ്റേത് ഇത്ര പറയണം, ഈ സൂറത്ത് ഓതണം, ഖുൽ ഹുവല്ലാഹ് ഓതണം, മറ്റേ ദിക്ർ ചൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഇതോ ഈ പുണ്യകർമ്മം വാരിക്കൂട്ടാൻ വേണ്ടി ഒക്കെ ഷെയർ ചെയ്യൂ. ഓരോരുത്തർ കിട്ടി വായിച്ചിട്ടുണ്ട്, പിന്നെ വായിക്കാറില്ലല്ലോ. അങ്ങനെയല്ല ഈ വാട്സപ്പിലെ ദഅവത്ത്, വായിക്കും കേൾക്കുന്നല്ലോ, അവന് കിട്ടിയേക്കാനാണ് വിടല. കുറേ കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലായി ഇതേപ്പോൾ ഞാൻ വിട്ടത്, കാരണം അവൻ വായിച്ചിട്ടില്ല. വായിക്കാതെ വിടരുത് കേട്ടോ, ഒന്നും വായിക്കാതെ വിടരുത്, വായിക്കും കേൾക്കുകയും ചെയ്യാതെ വിടരുത്. ഒരു വലിയ ദുരന്തമാണ്. ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പം ഞാനിതൊക്കെ പറയുന്നത് ഇപ്പം ഇങ്ങനെ കേട്ടതൊക്കെ ഇങ്ങനെ വരും. ഈ ആശൂറായിന് ളുഹറിന്റെ അസറിന്റെ അടിയിൽ ഒരു നിസ്കാരം ഉണ്ട് ചില കിതാബിലൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പം ഇങ്ങനെ വരാൻ പോവുകയാണ്. അപ്പം എന്നാ തുടങ്ങണമെന്ന് അറിയില്ല. ഇപ്പം തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞിട്ടാണ് മുട്ടിപ്പടിയിലെ തങ്ങൾ നടത്തിയത്. അതൊന്നും മുമ്പില്ലാത്തതാ. ആശൂറാ, അങ്ങനെ മുഹറം 10 ആണ്ട് ആചരിക്കൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നേർച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മേഖലയിലൊക്കെ പലരും പല രൂപത്തിലുള്ള പലതും കൊണ്ടുവരുന്നത്. അപ്പൊ നിലവിലിപ്പോൾ എന്തൊക്കെ നമ്മൾ കേട്ടത് നോക്കിയിട്ടൊന്നുമില്ല, പുതിയത് കൊണ്ടുവരിക എന്നുള്ളതൊരു ട്രെൻഡാണ് ആളുകൾക്ക്. ആരും കേൾക്കാത്ത, അപ്പം ഞങ്ങളാണിപ്പോൾ ഇത് പുറത്തേക്ക് ഇറക്കുകയാണ്, ആരും കേൾക്കാത്തൊരു പുണ്യകർമ്മം ഞങ്ങൾ പൊടി തട്ടിയത് ആ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും അനുഷ്ഠിച്ച് പുണ്യം നേടുക, ഇത് വിതറുക, ഇത് വാരി വിതറുക, ഇത് പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിടുന്നത്. എന്താണെന്നറിയോ,
ചില അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കേണ്ടി വരും, ചിലത് വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചില കുത്തിവെപ്പൊക്കെ നടത്തുന്നുണ്ടല്ലോ, വാക്സിനേഷൻ, അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അത് ഓർക്കാം, ഇതാണ് അന്നാ പറഞ്ഞില്ലേ, അപ്പോൾ മനസ്സിലായി, അതിന് ഫോർവേഡ് ചെയ്യണ്ട, അതിൻ്റെ ബലം ഇത്രയേ ഉള്ളൂ, അതിന് ഇത്രയേ ആരോഗ്യമുള്ളൂ എന്ന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ രൂപത്തിലൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് സാന്ദർഭികമായി ഓർമ്മയിൽ വരുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. ഇനി സഹോദരന്മാരെ, ഇപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആളുകൾ ചോദിക്കൂല, പഠിക്കൂല, പിന്നെ കുറേ അബദ്ധധാരണകൾ വെച്ചങ്ങനെ നടക്കും. ഇപ്പം ഇസ്ലാമികമായി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഒന്ന് അവൻ്റെ ശുക്ലം, മനിയ് എന്ന അറബിയിൽ പറയുന്നത്. എന്താണ് അതിൻ്റെ വിധി? അത് നജസാണോ അതോ നജസല്ലയോ? ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ശുക്ലം എന്ന് പറയുന്ന ഈ മനിയ് അത് നജസാണോ അല്ലേ? ഇസ്ലാമികമായ വീക്ഷണത്തിൽ അത് ത്വാഹിറാണ്, ശുദ്ധിയുള്ളതാണ്, അത് നജസല്ല. ഏതുപോലെ നമ്മുടെ കഫം, അതുപോലെ നമ്മുടെ ഉമിനീര്, നമ്മുടെ വിയർപ്പ്, ഇതൊന്നും എന്തല്ല, നജസല്ലല്ലോ. അപ്പോൾ ആ രൂപത്തിൽ ഇത് നജസാണോ അല്ലേ? നജസല്ല. എന്നാൽ അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് എന്താണ്? കുളി നിർബന്ധമാണ്. ഉറക്കിലായാലും ശരി, അത് സ്വപ്നത്തിലുള്ള സ്ഖലനം സംഭവിച്ചാലും ശരി, ഉണർച്ചയിലായാലും ശരി, കുളിക്കൽ അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എന്നാൽ അത് നജസല്ല എന്ന നിലക്ക് വസ്ത്രത്തിലായാലോ? വസ്ത്രത്തിലായാൽ കഴുകിയാൽ നല്ലത്, എന്നാൽ കഴുകിയിട്ടില്ലെങ്കിലും അത് നജസല്ല, കഴുകൽ നിർബന്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മ, നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വസ്ത്രത്തിലായിട്ട് കഴുകാതെ തന്നെ, ചിലപ്പോൾ കഴുകലുണ്ട്, കഴുകാതെയും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ടൊക്കെ തുടച്ച് നീക്കി വൃത്തിയാക്കിയിട്ട്, ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നഖം കൊണ്ട് അതിങ്ങനെ ചുരണ്ടിക്കളഞ്ഞ് ഇങ്ങനെ പൊടി വൃത്തിയാക്കിയിട്ടൊക്കെ അള്ളാഹിൻ്റെ റസൂൽ ആ ഉടുപ്പിൽ, ആ വസ്ത്രത്തിൽ തന്നെ നിസ്കരിക്കാറുണ്ട്. അപ്പം അത് നജസല്ല. എന്നാലോ അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്. അത് ഉറക്കിലായിരുന്നാലും നിർബന്ധമാണ്, ഉണർച്ചയിലായിരുന്നാലും നിർബന്ധമാണ്. ഇതാണ് മനിയിൻ്റെ വിധി. ഇനി രണ്ടാമത് വേറൊന്നുള്ളത് മദി എന്നാണ് അതിന് അറബിയിൽ പറയാ. മദി എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പറയാവുന്നൊരു വാചകം സുരത ജലം. അത് ശുക്ലമല്ല. ഒരു ലൈംഗികമായ ഉത്തേജനവും ആ രൂപത്തിലുള്ള ചിന്തകളും, അല്ലെങ്കിൽ ഒരു ദർശനം കൊണ്ടോ തൻ്റെ ഇണയുമായുള്ള സ്പർശനം കൊണ്ടോ അങ്ങനെയുള്ള ചില വൈകാരികമായ ചിന്തകൾ കൊണ്ടോ ഒക്കെ ഒരു പുരുഷനിൽ നിന്ന് സ്രവിച്ചു പുറത്തേക്ക് വരുന്ന ദ്രാവകമാണ് മദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള വിധി എന്താണ്? അത് നജസാണ്. നജസായതുകൊണ്ട് അതെന്താണ്? അത് കഴുകൽ നിർബന്ധമാണ്. അത് അവൻ്റെ ശരീരത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ കഴുകണം. അവൻ്റെ ലൈംഗികാവയവം മാത്രമല്ല, അത് കഴുകി വൃത്തിയാക്കുമ്പോൾ അവൻ്റെ വൃഷണങ്ങൾ കൂടി കഴുകണം എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ലൈംഗികാവയവത്തിന് അത് പറ്റിയ മാത്രം സ്ഥലം മാത്രമല്ല, അവൻ്റെ വൃഷണങ്ങൾ കൂടി കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് എന്ന് പറയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുതിയാപ്പിളയായിരുന്നല്ലോ അലി റളിയല്ലാഹു തആല അൻഹു. പലപ്പോഴും അദ്ദേഹം പറയാണ്, കുൻതു റജുലൻ മദ്ദാ, എനിക്ക് ധാരാളമായിട്ട് ഈ ഒരു കാര്യം എനിക്ക് വല്ലാതെ കൂടുതൽ അനുഭവപ്പെട്ടിരുന്ന ആളാണ് ഞാൻ. അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിക്കാൻ എനിക്ക് മടിയായി. അമ്മോശാക്കല്ലേ, മരുമോനിപ്പോൾ തന്നെ പോയി ചോദിക്കണ്ടേ? മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അങ്ങനെ എനിക്ക് ഈ മദി കുറച്ച് കൂടുതലുള്ള ആളായിരുന്നു ഞാൻ. അപ്പം ഞാൻ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ അങ്ങോട്ട് കൽപ്പിച്ചു, അൻ യസ്അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ചോദിക്കുകയും മസല. ഫസഅലഹു, മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഫീഹിൽ വുദൂ, അതിൽ വുദൂ നിർബന്ധമാണ്. വുദൂ മുറിയും, കുളിക്കേണ്ടതില്ല, കുളി നിർബന്ധമില്ല. ശരീരത്തിലായി കഴിഞ്ഞാൽ അത് കഴുകിക്കളയണം, വസ്ത്രത്തിലായാലും കഴുകിക്കളയണം. എന്നാൽ ധാരാളം എപ്പോഴും ഇങ്ങനെ വസ്ത്രം കഴുകാൻ ഒരാൾ ബുദ്ധിമുട്ടാണ്, വളരെയേറെ അയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രയാസമുണ്ട് താനും എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗത്ത് കൈക്കുമ്പിളിൽ ഒരു അല്പം വെള്ളമെടുത്ത് കുടഞ്ഞു കൊടുത്താലും മതി. അത് ശരീരത്തിൽ നിന്നുള്ള കഴുകലല്ല പറയുന്നത്, വസ്ത്രം ശുദ്ധിയാവാൻ കഴുകണമെങ്കിൽ നല്ലത്. ഇനി കഴുകാതെ തന്നെ കയ്യിലൊരു അല്പം വെള്ളമെടുത്തിട്ട് അതായ ഭാഗത്തേക്ക് ഇങ്ങനെ കുടഞ്ഞാൽ തന്നെയും അത് ശുദ്ധിയാകും. കാരണം മൂത്രം പോലെ അത്ര ഒരു കഠിനമായ നജസല്ല, ഒരു മുഗല്ലദായ ഒരു മൂത്രം പോലെ ഒരു കഠിനമായ നജസല്ല, അല്പം വിട്ടുവീഴ്ചയില്ല, എന്നാൽ നജസും തന്നെയാണ് എന്ന്
പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. എനിക്ക് പലപ്പോഴും ധാരാളം ഈ വിഷയത്തിൽ മദിയിന്റെ വിഷയത്തിൽ കുറേ ശാരീരികമായി അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ അത് പുറപ്പെടുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ എപ്പോഴും പോയി കുളിക്കാറാ പതിവ്. അങ്ങനെ ഫസഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ദാലിക, അള്ളാഹുവിന്റെ റസൂലിനോട് പോയിട്ട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, പ്രവാചകരെ എനിക്കിങ്ങനെ ധാരാളം സംഭവിക്കുന്നുണ്ട്, ഞാൻ അപ്പോഴൊക്കെ പോയി കുളിക്കുക ചെയ്യുന്നത്. അറിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ നിയമം അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് മസ്അല ചോദിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹ്ൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഇന്നമാ യുജ്സിഉക മിൻ ദാലികൽ വുദു, കുളിക്കേണ്ടതില്ല, അതിന് കുളി നിർബന്ധമാവുകയില്ല. മനി പുറപ്പെട്ടതുപോലെയല്ല മദീ പുറപ്പെട്ട അതിന് കുളി നിർബന്ധമല്ല, ഉളു മുറിയും, ഉളു മാത്രമേ അതുകൊണ്ട് ആവശ്യമുള്ളൂ. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫകൈഫ ബിമാ യുസീബു സൗബി മിൻഹു, എൻ്റെ അടിവസ്ത്രത്തിലൊക്കെ അങ്ങനെ ആവുമല്ലോ, എൻ്റെ വസ്ത്രത്തിലൊക്കെ അങ്ങനെ ആവുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യക്ഫീക, നിനക്ക് മതിയാകും. കാരണം അത് ധാരാളമായിട്ട് അതുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇങ്ങനെ കഴുകാൻ കഴിയില്ലല്ലോ പലപ്പോഴും. അത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണി, യക്ഫീക, നിനക്ക് മതിയാകും, ബി അൻ തഅഖുദ കഫൻ മിൻ മാഇൻ, നിന്റെ കൈക്കുമ്പിളിൽ ഒരു കുമ്പിൾ വെള്ളമെടുത്ത്, ഫതൻളഹ ബിഹാ സൗബക, നിന്റെ ഡ്രസ്സിൽ നീ കൊടയുക, ഹൈസു തുറാ അന്നഹു വസാബഹു, വസ്ത്രത്തിൽ ശരിക്കായിട്ടുണ്ട് എന്ന് നിനക്ക് മനസ്സിലാകുന്ന ബോധ്യമാകോളം ഒന്ന് കൊടഞ്ഞാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒരു ഇളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു നിയമം. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു പ്രശ്നമാണ്. അതിന് ഇസ്ലാം അറബി ഭാഷയിൽ റുതൂബ എന്നാണ് പറയാം. റുതൂബത്ത്, അതായത് സ്ത്രീകളുടെ ലൈംഗിക ഭാഗത്തുണ്ടാകുന്ന ആ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും പല സ്ത്രീകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെ എപ്പോഴും നനവ് പുറപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യണം? അത് നജസാണോ? അവൾ അതിനൊക്കെ വേണ്ടി കുളിക്കണോ? അവളുടെ നിസ്കാരത്തെ അത് ബാധിക്കുമോ? ഈ വിഷയത്തിൽ ആ റുതൂബ, അതല്ലെങ്കിൽ ആ നിലക്കുള്ള സ്രവത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാണ്, ഫഹിയ താഹിറ, അത് ശുദ്ധിയുള്ളത് തന്നെയാണ്. ലാ യജിബു ഗുസ്ലുഹാ, അത് അവൾ കുളിക്കൽ നിർബന്ധമില്ല. അത് ബാധിച്ച വസ്ത്രം കഴുകലും നിർബന്ധമില്ല. അതേ അവസരത്തിലോ അത് പുറപ്പെട്ടാലും ഉളു മുറിയും. കാരണം മുൻദ്വാരത്തിലൂടെ ഒക്കെ പുറപ്പെട്ട ഉളു മുറിയല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഉളുവിനെ മുറിക്കും. അതേ അവസരത്തിൽ അത് നജസല്ല, അത് പുറപ്പെട്ടു എന്നത് കാരണത്താൽ പോയി കുളിക്കേണ്ടതില്ല. അത് ബാധിച്ച വസ്ത്രം എപ്പോഴും കഴുകൽ നിർബന്ധമില്ല. എന്നാൽ ഇല്ലാ ഇദാ കാനത മുസ്തമിറ, ഒരു സ്ത്രീയിൽ അത് സ്ഥിരമായിട്ടുണ്ട്, എപ്പോഴും അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതുപോലെ ഇപ്പോൾ മൂത്രവാർച്ചയുള്ള പുരുഷന്മാരില്ലേ, മൂത്രം അവർക്ക് ഇങ്ങനെ പോയി കൊണ്ടേയിരിക്കും, മൂത്രവാർച്ചയുള്ള. അതുപോലെ തന്നെ മുസ്തഹാലത്തായ അഥവാ ബ്ലീഡിങ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അസുഖമായിട്ട്, ആ നിലക്ക് മെൻസസ് അല്ലാത്ത രോഗം കാരണമായിട്ടുണ്ടാകുന്ന ആ നിലക്കുള്ള ബ്ലീഡിങ്ങുള്ള സ്ത്രീകൾ, അവരോടൊക്കെ ഇസ്ലാം എന്താ പറഞ്ഞത്? ഫൈന്നഹാ തതവല്ലഉ ലികുല്ലി സ്വലാത്തിൻ ബഅദ ദുഖൂലി വഖ്തിഹാ, ഓരോ നിസ്കാരത്തിന്റെ ഈ സമയമായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ഓരോ നിസ്കാരത്തിനും വേണ്ടി ഉളു കൊടുക്കണം. സമയമായതിൻ്റെ ശേഷം മാത്രം അവർ ഉളു കൊടുക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ അവർ നിസ്കരിക്കുക. വലാ യളുറുഹാ ഖുറൂജ റുതൂബ ബഅദ ദാലിക, അതിൻ്റെ ശേഷം പിന്നെയും ഇങ്ങനെ സ്രവം പുറപ്പെടുന്നുണ്ടെങ്കിൽ അതവർക്ക് പ്രശ്നമൊന്നുമല്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുകൂടി ഇസ്ലാം ഈ വിഷയത്തിൽ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഏതൊക്കെ കാര്യങ്ങളിൽ ഇന്ന് ആളുകൾ പലപ്പോഴും ആശങ്ക നിമിത്തം പലപ്പോഴും ആളുകൾ ഇത് മനസ്സിലാക്കുകയില്ല. ഇനി ഈ ഹൈള് കാലത്ത് കുളിച്ച് ശുദ്ധിയായി കഴിയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാതെ പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു സ്ത്രീ അസറിന്റെ സമയത്താണ് കുളിച്ച് ശുദ്ധിയാകുന്നതെന്ന് വിചാരിക്കുക. അസറിന്റെ സമയത്താണ് കുളിച്ച് ശുദ്ധിയാകുന്നതെങ്കിൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി വളരെ കൃത്യമായി തന്നെ അവരോട് പറയുന്നത്, അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ. കാരണം അസറും ളുഹറും തമ്മിൽ ജമ്മാക്കാവുന്ന നിസ്കാരമാണ്. അതുകൊണ്ട് അസറിന്റെ സമയത്താണ് ഒരു സ്ത്രീ ഋതുമതിയാകുന്ന അവസ്ഥയിൽ നിന്ന് ശുദ്ധിയാകുന്നതെങ്കിൽ അവൾ ളുഹറും അസറും നിസ്കരിക്കണം. വെറും അസർ പോരാ, ളുഹറും അസറും അവൾ നമസ്കരിക്കണം. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഇശാഇന്റെ സമയത്താണ് ശുദ്ധിയാകുന്നതെങ്കിൽ വെറും ഇശാ മാത്രം നിസ്കരിച്ചാൽ പോരാ, മഗ്രിബും ഇശായും കൂടി നിസ്കരിക്കണം, രണ്ടും നിസ്കരിക്കണം എന്നതാണ്. സുബഹിയാണെങ്കിൽ സുബഹിയുടെ സമയത്താണെങ്കിൽ സുബഹി മാത്രം മതി. കാരണം എന്താ? ഇശാ ഇങ്ങോട്ട് കൂട്ടി നിസ്കരിക്കേണ്ടതില്ല, ളുഹറിന് അങ്ങോട്ടും നിസ്കരിപ്പിക്കേണ്ടതില്ല. കാരണം എന്താ? ഇശാവും സുബഹിയും തമ്മിൽ എന്തില്ല? കൂട്ടി നിസ്കരിക്കലില്ല.
ളുഹറും അസറും തമ്മിലെ ജംഉള്ളൂ, കൂട്ടി നിസ്കരിക്കലുള്ളൂ. മഗ്രിബും ഇശാവും തമ്മിലെ കൂട്ടി നിസ്കരിക്കലുള്ളൂ. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അസറിന്റെ സമയമായി കഴിഞ്ഞതിന്റെ ശേഷമാണ് ഒരു സ്ത്രീക്ക് രക്തം നിലച്ചവൾ കുളിച്ച് ശുദ്ധിയാകുന്നതെങ്കിൽ അവൾ അന്നത്തെ ളുഹറും കൂടി നിസ്കരിക്കണം. ഇശായിന്റെ സമയത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ശേഷമാണ് കുളിച്ച് ശുദ്ധി വരുത്തുന്നതെങ്കിൽ അവൾ അന്നത്തെ മഗ്രിബ് കൂടി അതിനോട് ചേർത്ത് നിസ്കരിക്കണം. അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ വേറൊരു വിഭാഗം പണ്ഡിതന്മാർ അവൾ അപ്പോഴല്ലേ കുളിച്ച് ശുദ്ധിയായിട്ടുള്ളൂ, അവളുടെ രക്തം നിലച്ച് ശുദ്ധിയായത് എപ്പോഴാണോ ആ വക്കത്ത് മാത്രമേ വേണ്ടതുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. എന്നാൽ സൂക്ഷ്മതക്കും ഏറ്റവും ഉത്തമവും ശ്രേഷ്ഠവുമായ രീതി രണ്ടും കൂടെ നിസ്കരിക്കലാണ് എന്നും കൂടി ഈ വിഷയത്തിൽ ഇസ്ലാമികമായ കുടുംബ ജീവിതത്തിൽ ദമ്പതികൾക്കിടയിൽ അവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമായിക്കൊണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇസ്ലാം ലൈംഗികമായ വൈകൃതങ്ങളെയൊക്കെ വിരോധിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഗുദമൈഥുനം ഇസ്ലാം ഒരിക്കലും, പിൻഭാഗത്തുകൂടുള്ള സംയോഗം ഒരിക്കലും അള്ളാഹു അനുവദിച്ചിട്ടില്ല. അത് ശാപഹേതുവാണെന്ന് പറഞ്ഞു. എന്നാൽ പണ്ഡിത ലോകത്ത് ചർച്ച നടന്ന പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഓറൽ സെക്സ് എന്ന് പറയുന്ന വദന സുരതം എന്ന പേരിൽ അറിയപ്പെടുന്നത്, മുൻകാല പ്രമാണങ്ങളിലൊന്നും നമുക്കതിനെ പരാമർശങ്ങൾ കാണാൻ സാധ്യമല്ല. കാരണം ആദ്യകാല മുസ്ലിമീങ്ങൾക്കൊന്നും ഇതൊന്നുകിൽ പരിചയമില്ല. ആധുനിക അശ്ലീലതയുടെ വ്യാപനത്തോടുകൂടെയാണ് ആളുകൾ ഇതിന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയത്. ഈ ഓറൽ സെക്സ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് ആളുകൾ ഇന്ന് വളരെ ലൈംഗികമായ പല രൂപത്തിലുള്ള തോന്നിവാസങ്ങളിലേക്കും ലക്കും ലഗാനുമില്ലാതെ കടന്നുപോയത് ആധുനികമായ അശ്ലീലതകൾ മീഡിയകളിലൂടെ വ്യാപിച്ചത് കാലഘട്ടത്തിലാണ്. ഒരളവോളം ബാഹ്യകേളികളിലൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ഇതൊരു ലൈംഗികമായ ആസ്വാദനത്തിന്റെ പൂർണ്ണമായ മാർഗമായി ആരും തന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല. തൻ്റെ ഇണയെ അതിനു വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല. എന്നാൽ ഹറാമാണോ നിഷിദ്ധമാണോ? ദമ്പതികൾക്കിടയിൽ അവർ പരസ്പരം തൃപ്തിയോടുകൂടെയാണെങ്കിൽ അതൊരു ഹറാമാണെന്ന് പറഞ്ഞുകൂടാ. എന്തായിരുന്നാലും അത് അത്ര ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതോ മനുഷ്യർക്കിടയിൽ അത്രത്തോളം അതൊരു പ്രചാരം ലഭിച്ച ഒരു എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമോ അല്ല എന്ന് തന്നെയാണ് ആ വിഷയത്തിലൊക്കെ ആധുനിക പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു, രതിരഹസ്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. ദമ്പതികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമായി ഇസ്ലാം പറഞ്ഞു. ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിച്ച കാര്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശദ്ദിന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ അർറജുലു യുഫ്ളി ഇലാ ഇംറാതിഹി വതുഫ്ളി ഇലൈഹി സുമ്മ യൻശുറു സിർറഹാ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ അശർറിൻ മിൻ അശദ്ദിന്നാസി ഇൻദല്ലാഹി മൻസിലതൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുള്ളവനാണ്, ഏറ്റവും വളരെ നീചമായ സ്ഥാനമുള്ളവനാണ് റജുൽ, ഒരാള് തന്റെ ഭാര്യയുമായി അയാൾ സഹശയനം നടത്തുന്നു, വീഴ്ച നടത്തുന്നു, അതുപോലെ തന്നെ അവൾ ഇങ്ങോട്ടും കൂടിച്ചേരുന്നു, എന്നിട്ടതാ അവളുമായി ലൈംഗികമായി വേദി പങ്കിട്ടത്, അവര് ശരീരം പങ്കിട്ടതിനെ സംബന്ധിച്ചതാ ആ മനുഷ്യൻ പിറ്റേന്ന് ഇങ്ങനെ പരസ്യമായി കൂട്ടുകാരോട് പറഞ്ഞു ചിരിക്കുന്നു. ഒരിക്കലും പാടില്ല. ഒരിക്കലും സ്വകാര്യമായ രതിരഹസ്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. താനും തൻ്റെ ഇണയുമായി നടന്നിട്ടുള്ള സമ്പർക്കങ്ങളുടെ ചുരുങ്ങിയ തോതിലോ വിശദീകരണമോ വാക്കോ പ്രവൃത്തിയോ ഉണ്ടായ പെരുമാറ്റങ്ങളോ ഇടപെടലുകളോ ഒന്നും തന്നെ പറയാൻ പാടില്ല. അത് ഹറാമാണ്, തനിച്ച ഹറാമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാന്റെ റസൂൽ ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ വാതിലടച്ച് തൻ്റെ ഇണയുമായി ബന്ധം പുലർത്തുകയും എന്നിട്ട് ഞാൻ ഇങ്ങനെയുമൊക്കെ ഞാൻ എൻ്റെ ഇണയുമായി നടത്തുകയുണ്ടായി എന്ന് പറയുന്ന പുരുഷന്മാരാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അള്ളാന്റെ റസൂൽ ചോദിച്ചു. സ്ത്രീകളുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ തൻ്റെ ഭർത്താവുമായിട്ട് ഇങ്ങനെ ശരീരം പങ്കിട്ടതിന്റെ ശേഷം പിന്നീട് അത് കൂട്ടുകാരികളുടെ ഇടയിൽ പോയി പറഞ്ഞ് ആസ്വദിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആരും ഒന്നും ഉണ്ടെന്നില്ല. അപ്പൊ ഒരു പെൺകുട്ടി അവളുടെ കാൽമുട്ടിൽ ഇങ്ങനെ ഊന്നി നിന്നിട്ട് അള്ളാന്റെ റസൂല് കാണാൻ വേണ്ടി എത്തി വലിഞ്ഞിട്ട് വളരെ ഉച്ചത്തിൽ അള്ളാന്റെ റസൂലിനോട് കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഏയ് വല്ലാഹ് ഇന്നഹും ലയുഹദ്ദിസൂന വ ഇന്നഹുന്ന ലയുഹദ്ദിസുന. അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ അറിയണം, ഇതാണുങ്ങളും പറയുന്നുണ്ട്, പെണ്ണുങ്ങളും പറയുന്നുണ്ട്. രണ്ടു കൂട്ടർ കൂണ്ടി ഈ പണി ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ട്, പറഞ്ഞു രസിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഹൽ തദ്റൂന, നിങ്ങൾക്കറിയാമോ മാ മസലു മൻ ഫഅല ദാലിക, അങ്ങനെ ചെയ്യുന്നവന്റെ ഉപമ ഞാൻ പറഞ്ഞു തരട്ടെയോ? ഇന്ന മസല മൻ ഫഅല ദാലിക മസലു ശൈത്താനിൻ വ ശൈത്താന,
ആൺപിശാച്ചും പെൺപിശാച്ചും തമ്മിൽ വഴിക്ക് വെച്ച് കണ്ടുമുട്ടിയിട്ട് അവര് പരസ്പരം ആളുകൾ കാണുക ഇണചേരുന്നവനെ പോലെയാണിത്. പരസ്യമായി ഇണചേരുന്ന പൈശാചികമായ രൂപത്തിലുള്ള പ്രവൃത്തി പോലെയാണ് ഇതിനെ ഉപമിക്കാവുന്നത്. പറയാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുപോലെ തന്നെ ഒരു പുരുഷനോട് തൻ്റെ ഭാര്യ മറ്റൊരു സ്ത്രീയെ വർണ്ണിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഒരു അന്യ പെണ്ണിനെ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് വർണ്ണിച്ചു കൊടുക്കരുതെന്ന്. അവളെ മുടി ഇങ്ങനെയാണ്, അവളെ കവിളിങ്ങനെയാണ്, അവളുടെ ശരീരം എങ്ങനെയാണ് എന്നൊക്കെ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കുക വേറൊരു പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലും പാടില്ല. ലാ തുബാശിറുൽ മർഅതു വൽ മർഅ ഫതൻഅതഹാ ലിസൗജിഹാ കഅന്നഹു യൻദുറു ഇലൈഹാ. ഏതെങ്കിലും ഒരു പെണ്ണ് മറ്റൊരു പെണ്ണുമായി സഹവാസമുണ്ടായി എന്നിട്ട് ആ പെണ്ണിനെ കുറിച്ച് തൻ്റെ ഭർത്താവിന് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുക. ഏതുപോലെ അവളുടെ വിവരണം കഅന്നഹു യൻദുറു ഇലൈഹാ. ഭർത്താവ് ആ പെണ്ണിനെങ്ങനെ നോക്കണമായിട്ടുണ്ട്. അവളെ മുടി ഇങ്ങനെ, ചുണ്ടിങ്ങനെ, കണ്ണിങ്ങനെ, കവിളിങ്ങനെ എന്നൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്താൽ എന്താ കാരണം? പണ്ഡിതന്മാർ പറയാണ്, ഒരിക്കലും പെണ്ണേ നീ അത് ചെയ്തു പോകരുത്. അത് നിന്റെ ഭർത്താവിൻ്റെ ഇടയിൽ നീ മോശാണെന്നും അവൾ ഉഷാറാണെന്നുള്ള ചിന്ത നീ തന്നെ ഉണ്ടാക്കലാണ്. നീ ഇങ്ങനെ വർണ്ണിച്ചു കൊടുക്കും. അപ്പോൾ അവൻ്റെ മനസ്സിൽ നീ സൗന്ദര്യം പോരാ, അവൾ നല്ല ഉഷാറാണെന്ന് തോന്നിപ്പിക്കും. അത് നീ തന്നെ ഉണ്ടാക്കുന്ന, നിനക്കെതിരെ ഉണ്ടാക്കുന്ന കുഴിയാണ്. നീ സ്വയം കുഴി തോണ്ടലാണത്. അതുകൊണ്ടത് ചെയ്യാൻ പാടില്ല. ആലോചിച്ചു നോക്കണം. ഇതാണ് അവസ്ഥ. എങ്കിൽ ഒരു പെണ്ണിനെ തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിന് വിവരിച്ചു കൊടുത്തിട്ട് അയാളുടെ മനസ്സിലിങ്ങനെ ആ പെണ്ണിനെങ്ങനെ കാണുന്നത് പോലെ ആകുന്നത് പോലും ഹറാമാണെങ്കിൽ, ഇന്ന് ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ മിനി സ്ക്രീനിൽ ഇങ്ങനെ പെണ്ണിൻ്റെ ഡാൻസും പെണ്ണിൻ്റെ ശരീരമൊക്കെ നോക്കി ആസ്വദിച്ചാലോ? എത്രയായിരിക്കും അതിൻ്റെ ഗൗരവം? അതെത്രയായിരിക്കും? ഭാര്യ ഭർത്താക്കൾ ഒന്നിച്ചിരുന്ന് കാണാണ്, അവരെല്ലാ വൃത്തികെട്ടതും കാണാണ്, ഫിലിമുകളും കാണാണ്, സിനിമയുണ്ട്, സീരിയലുണ്ട്, ഡാൻസ് ഉണ്ട്, ഉടുത്തതുണ്ട്, ഉടുക്കാത്തതുണ്ട്, പാതി ഉടുത്തതുണ്ട്, പലതുമുണ്ട്. ഒക്കെ ഭർത്താവിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഭാര്യയും ഭർത്താവ് ഇരുന്നിട്ട് കാണുക. ആ കുടുംബ ജീവിതത്തിൽ വാസ്തവത്തിൽ എന്താ ഉണ്ടാവുക? വെള്ള മനസ്സിലുണ്ടാവും, ഇയാൾ എന്തിനു കൊള്ളാം, എന്താ സ്റ്റൈല്, കണ്ടില്ലേ അയാൾ എന്താ സ്റ്റൈല്. അപ്പൊ ഇവന്റെ മനസ്സിൽ ഇവൾ എന്തിനു കൊള്ളാം, എന്താ സ്റ്റൈല്, കണ്ടില്ലേ. ഈ രൂപത്തിൽ മനോരോഗികളാക്കി മാറ്റും. മാനസികമായി തൻ്റെ ഇണയിൽ താല്പര്യം കുറയും, തൻ്റെ ഇണയെ വേണ്ടാതാകും. ആ രൂപത്തിലുള്ള വൃത്തികെട്ട. അതുകൊണ്ടൊക്കെ ഇസ്ലാം പറഞ്ഞത് ആണിനോടും പെണ്ണിനോടൊക്കെ കണ്ണ് താഴ്ത്താൻ, ദൃഷ്ടി താഴ്ത്താനൊക്കെ പറഞ്ഞത്. ഒരുപാട് യുക്തികൾ. അള്ളാഹ് ഒരു കാര്യം കൽപ്പിച്ചാൽ, ഒരു കാര്യം വിരോധിച്ചാൽ അതിലൊക്കെ ഒരുപാട് തത്വങ്ങളും യുക്തികളും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ നിയമം, അള്ളാഹു എല്ലാ കാലത്തെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും അറിയാവുന്ന റബ്ബാണ്. മനുഷ്യനെ സൃഷ്ടിച്ചവനായ നാഥനറിയാം മനുഷ്യൻ്റെ വൈകാരികത എന്തൊക്കെയാണ്, എന്താ അവൻ്റെ മനസ്സ്, ഏതൊക്കെ അപകടങ്ങൾ, എന്തൊക്കെ കൃത്യമായിട്ട് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോ ഇങ്ങനെ നോക്കിയിരിക്കുക, മാസികയിൽ ഇങ്ങനെ പെണ്ണിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുക, അതുപോലെ തന്നെ പത്രത്തിലുള്ള ജ്വല്ലറിയുടെ പരസ്യം, മറ്റേതിൻ്റെ പരസ്യം, ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. എന്താ ഇസ്ലാം പറഞ്ഞത്? ഒരു ഭാര്യയോട് എന്താ പറഞ്ഞത്? പെണ്ണേ, നീ ഒരു ഭർത്താവിന് ഒരു പെണ്ണിനെ കുറിച്ച് അവളുടെ അങ്കലാവണ്യൊന്നും നീ വിവരിച്ചു കൊടുക്കരുത്, അയാളിങ്ങനെ നോക്കണ മാതിരി നീ വിവരിച്ചു കൊടുക്കരുത്. അതിനേക്കാണ് അപ്പുറമുള്ളത് അവിടെ വീട്ടിൽ വനിതാ മാസിക പെണ്ണെന്നെ വരുത്തിയത്. എന്നിട്ട് വായിക്കണതൊക്കെ ആണുങ്ങളാ. വനിതാ മാസിക എന്നാ പേര്, വായിക്കാൻ മുഴുവനാരാ? ആണുങ്ങൾ. വനിതാ മാസിക എനിക്ക് ആണുങ്ങളാ വാങ്ങുക. എന്താ അതിലിങ്ങനെ കാണാനും അത് എങ്ങനെ ഉടുക്കണം, എങ്ങനെ ചോപ്പിക്കണം, എങ്ങനെ തടിപ്പിക്കണം, എങ്ങനെ അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ഇതാണ്. എന്നിട്ട് ഇതാണും പെണ്ണും. ഇപ്പം ഈ പെണ്ണിന് ഇവളെങ്ങനെ നോക്കുമ്പോൾ ഇവനക്ക് ഈ ചിത്രം അങ്ങനെ കാണുമ്പോൾ അങ്ങോട്ട് നോക്കി, ഇതിൽക്ക് നോക്കി, അങ്ങോട്ട് നോക്കി, ഇവളെന്തിനു കൊള്ളാം, അവൾ ഇങ്ങോട്ട് നോക്കുക, ഇച്ചങ്ങായിന് എന്തിനു കൊള്ളാം, കണ്ടില്ലേ ഇതെന്താ ഉഷാർ. ഇതാണ് ഇസ്ലാം പറയുന്നത്. കുടുംബ ജീവിതത്തിൽ ശ്രദ്ധിച്ചോളണം. ആ വക രൂപത്തിലുള്ള എല്ലാ വൃത്തികെട്ട സംസ്കാരങ്ങളെയും വീട്ടിൽ നിന്ന് ഒഴിവാക്കിക്കൊള്ളണം എന്ന് പറയുന്നത്. അതിലൊക്കെ എന്താണ് ഇസ്ലാം നിശ്ചയിച്ചത്? വലിയ തത്വങ്ങളുണ്ട്, വലിയ യുക്തികളുണ്ട്. അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പാലിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലൊരു ദാമ്പത്യ ജീവിതം, നല്ലൊരു കുടുംബ ജീവിതം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും രണ്ട് ലോകത്തും അള്ളാഹു സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫിത്തനകളിൽ നിന്ന്, ഫസാദുകളിൽ നിന്ന് അള്ളാഹു നമ്മയും ഈ സമുദായത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.